ആസിഫ് അലി സർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദിലീപ് മറ്റൊരു നിയമ നടപടിക്ക് തയ്യാറായി നിൽക്കുകയാണ്. തനിക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത്. അതിൽ കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത, ഞാൻ ദിലീപിന്റെ അതേ വാചകങ്ങൾ പറയുകയാണ്, അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഈ കേസിലേക്ക് എത്തിച്ചതെന്നാണ്. നേരത്തെ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ ദിലീപിന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരെ കുറിച്ചുള്ള പരാമർശവും ദിലീപിന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു. എന്ത് നിയമ നടപടിയെ കുറിച്ചായിരിക്കും ദിലീപ് പറഞ്ഞിട്ടുണ്ടാവുക? അതിന്റെ സാധ്യതകൾ എന്താണ്? രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞു പരമോന്നത നീതിപീഠത്തിൽ നിന്നുള്ള ഒരു വിധിയല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഈ വിധിയെ അന്തിമ വിധിയായി കാണാൻ കഴിയില്ല എന്ന്. താങ്കൾ എങ്ങനെ കാണുന്നു ആസിഫ് അലി സാർ ഈ വാദങ്ങളെ? ഈ കൺവിക്ഷനും എക്വിറ്റലും തെളിവുകൾ എങ്ങനെ വിലയിരുത്തി എങ്ങനെയാണ് അതിൻ്റെ ഫൈൻഡിങ് എന്ന് നമ്മൾ ഇനിയും അറിഞ്ഞിട്ടില്ല. നമുക്കൊരു കാര്യം അറിയാം, 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചു, ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു. അപ്പോൾ ഈ ചർച്ച സജീവമായത് എന്ന് പറയുന്നത് ഈ കേസിലെ സാധാരണ ഒരു അബ്ഡക്ഷൻ, തട്ടിക്കൊണ്ടുപോകൽ, ഗാങ് റേപ്പ് കേസിൽ നിന്ന് വ്യത്യസ്തമായ ചില സവിശേഷതകളാണ്. ഇന്നലെ നമ്മൾ 2-3 ചർച്ചയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. ആ ഒരു സവിശേഷതകളുടെ വെളിച്ചത്തിലാണ് ഈ 6ാം പ്രതിയെ വെറുതെ വിട്ട നടപടി നിയമപരമായി ശരിയല്ല എന്ന് പറയാൻ കാരണം ഒരു കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ അതന്നെ 7 മുതൽ 10 വരെയുള്ള പ്രതികൾ, 7, 8, 9, 10 പ്രതികൾ. അപ്പോൾ ഒരു ട്രയൽ കോടതിയുടെ വിധി ഒരിക്കലും ഫൈനലല്ല. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ സൂര്യനെല്ലി ഗാങ് റേപ്പ് കേസ്. ഞാൻ DGP ആയിരിക്കുന്ന കാലത്താണ് ഹൈക്കോടതിയിൽ അത് 2ാം തവണ വാദം കേൾക്കേണ്ടി വന്നത്. ആ കേസിൽ ഇതിന് നേരെ വിപരീതമായിരുന്നു. മുഴുവൻ പ്രതികളെയും രണ്ട് പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കീഴ്ക്കോടതി ശിക്ഷിച്ചു. ഹൈക്കോടതിയിലെത്തിയപ്പോൾ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു, എക്സെപ്റ്റ് 1 അക്യൂസ്ഡ്. പ്രൈം അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും വെറുതെ വിട്ടു. അത് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഡൽഹി നിർഭയ കേസിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതിയുടെ വിധി തെറ്റാണ്, ഇതൊന്ന് പുനർവാദത്തിന് ഹൈക്കോടതിക്ക് വീണ്ടും തിരിച്ചയച്ചു. അപ്പോൾ പുനർവാദത്തിന് വന്നപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് ഹൈക്കോടതി മുഴുവൻ ഒരാളെ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളെയും വെറുതെ വിട്ട ഫൈൻഡിങ്സ് ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. അവസാനം ഹൈക്കോടതി 9 മാസത്തെ നീണ്ട വാദത്തിന് ശേഷം ഇതിലെ 3 പേരൊഴിച്ച് ബാക്കി എല്ലാ പ്രതികളെയും ശിക്ഷിച്ചു. അപ്പോൾ ട്രയൽ കോടതിയുടെ വിധി ഫൈൻഡിങ് അതൊരിക്കലും ഫൈനലല്ല. ഹൈക്കോടതിയിൽ സമീപിക്കാം, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലെത്താം. അതാണ് നമ്മുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു കറക്റ്റീവ് മെഷേഴ്സാണ്. ഇപ്പോൾ സബ് കോടതി ഒരു വിധി പറയുന്നു, ജില്ലാ കോടതിയും ഹൈക്കോടതിയും അത് തിരുത്തുന്നു, തെറ്റാണെങ്കിൽ. അത് ശരിയാണെങ്കിൽ അത് ശരിവെക്കുന്നു. ഹൈക്കോടതി വിധി പറയുന്നു, ആ ഹൈക്കോടതി വിധി ചിലപ്പോൾ സിംഗിൾ ജഡ്ജും ഡിവിഷൻ ബെഞ്ചും കേൾക്കേണ്ട സിവിൽ നേച്ചറായ കേസാണെങ്കിൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ജഡ്ജിൻ്റെ വിധി തിരുത്തുന്നു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി വിധി തെറ്റാണെങ്കിൽ തിരുത്തുന്നു. ഇനി സുപ്രീം കോടതിക്ക് തന്നെ വിധി തെറ്റുപറ്റുന്നു, സുപ്രീം കോടതി തന്നെ അത് റിവ്യൂ ജൂറിസ്ഡിക്ഷൻ വെച്ച് അത് തിരുത്തുന്നു. നമ്മുടെ സുപ്രീം കോടതി 1950 ആരംഭിച്ച ആദ്യത്തെ സുപ്രധാനമായ വിധി സുപ്രീം കോടതിയുടെ തെറ്റിപ്പോയതാണ്. 28 കൊല്ലത്തിന് ശേഷമാണ് സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾ എഴുതിയ ആദ്യത്തെ വിധി തെറ്റിപ്പോയിരിക്കുന്നു, AK ഗോപാലനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ്. എന്നിട്ട് സുപ്രീം കോടതി മനേകാ ഗാന്ധി കേസിലാണ് AK ഗോപാലൻ്റെ വിധി തിരുത്തി, ആ കേസ് തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിധി എഴുതി നിയമം, പുതിയ ഒരു നീതിശാസ്ത്രം നമ്മുടെ രാജ്യത്തുണ്ടായത്. അപ്പോൾ കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരുത്താം. നമ്മളിപ്പോൾ കീഴ്ക്കോടതി വിധി കേട്ട് നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ പറയുന്നത് എന്താണ്? ട്രയൽ കോർട്ട് കമ്മിറ്റഡ് സീരിയസ് എറർ എന്നും പറഞ്ഞിട്ടാണ് അപ്പീൽ തന്നെ ഫയൽ ചെയ്യുന്നത്. കീഴ്ക്കോടതി ഗുരുതരമായ വീഴ്ചകൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പീൽ ഫയൽ ചെയ്യുന്നത്. ഈ കേസിൽ ഈ കോടതിയുടെ ഫൈൻഡിങ്സ് കാണുന്നതിന് മുമ്പ് പൊതുസമൂഹം ചർച്ചയിലേക്ക് എത്തിയ കാരണം എന്താണെന്ന് പറഞ്ഞാൽ
എല്ലാവർക്കും അറിയുന്നൊരു കാര്യം വിധിയിൽ കൂടി മറ്റൊരു രീതിയിലാണ് കോടതി കണ്ടെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണമായി 8ാം പ്രതിയും 1ാം പ്രതിയും തമ്മിൽ യാതൊരു പരിചയവുമില്ല എന്നാണ് 8ാം പ്രതിയുടെ ഒരു വാദം. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിരവധി തെളിവുകൾ അണിനിരത്തിയിരിക്കുകയാണ്. അല്ലാതെ തന്നെ 8ാം പ്രതിയും 1ാം പ്രതിയും തമ്മിലുള്ള സൗഹൃദം കാണിക്കുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ 8ാം പ്രതിയും 1ാം പ്രതിയും തമ്മിൽ ബന്ധമില്ല എന്ന ഡിഫൻസിൻ്റെ പ്രതിഭാഗത്തിൻ്റെ വാദം ശരിവെച്ചുകൊണ്ടാണല്ലോ ഈ ഗൂഢാലോചനക്ക് 8ാം പ്രതിക്ക് പങ്കില്ല എന്ന് വിധി എഴുതിയിട്ടുണ്ടായിരിക്കുക. 12ാം തീയതിയാണ് വിധിയുടെ വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പരസ്പരം വിരുദ്ധമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധി വിഷയങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്യാങ് റേപ്പ് എന്ന് പറയുന്നത് സ്വകാര്യമായി ചെയ്യുന്ന ഒരു ക്രൈമാണ്. ഏത് റേപ്പും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് രഹസ്യമായി ചെയ്യേണ്ട ഒരു ക്രൈമാണ്. അപ്പോൾ ആ രഹസ്യമായി ചെയ്യേണ്ട ഒരു ക്രൈം അത് വീഡിയോയിൽ പകർത്തി അത് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു, അവിടെ നിന്ന് അവർ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായി അതിലൊരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് നമ്മളെല്ലാം എത്തുന്നത്. അപ്പോൾ അതൊരു മിയർ റേപ്പ് അല്ല, അതൊരു ഒരു ഗ്യാങ് റേപ്പ് അല്ല, ഒരു അബ്ഡക്ഷൻ മാത്രമല്ല ഈ 1 മുതൽ 6 വരെ പ്രതികൾക്ക് ഈ വിക്ടിമിനോട് അങ്ങനെ അറിയപ്പെടുന്ന ഒരു വിദ്വേഷത്തിൻ്റെ കാരണവും പ്രതിഭാഗം തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. തെളിവുകൾ പ്രോസിക്യൂഷൻ നിരത്തിയപ്പോഴും അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയിൽ അവരെ തട്ടിക്കൊണ്ടുപോയി അവരെ ആക്രമിക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് ഒരു വൈരാഗ്യം പ്രോസിക്യൂഷന് നിരത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ പ്രോസിക്യൂഷൻ്റെ ഒരു കേസില്ല, അങ്ങനെ ഡിഫൻസിൻ്റെ ഒരു കേസില്ല. ഇങ്ങനെ പരസ്പരം വിരുദ്ധമായി പൊതുസമൂഹത്തിന് അറിയുന്ന ചില വിഷയങ്ങൾ നിരാകരിച്ചു കൊണ്ടായിരിക്കുമല്ലോ വിചാരണ കോടതി 8ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് വിധി പുറത്തു വരുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. എനിക്കറിയില്ല ഏത് കോണ്ടക്സ്റ്റിലാണ്, എനിക്ക് ചിരി വന്നുപോയി. കാരണം ഒരു കേസ് അന്തിമമായി വിധി വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണമായി നമ്മളെ തിരുവനന്തപുരത്തെ ഒരു മുൻ മന്ത്രിയുടെ പേരിലൊരു കേസ് വന്നു. അദ്ദേഹം ഒരു വ്യാജ രേഖ, അതായത് കോടതിയിൽ നിന്ന് എടുത്ത ഒരു മുതൽ അതിൻ്റെ സൈസ് മാറ്റി ഹാജരാക്കി ഒരു പ്രതിയെ വിടിപ്പിച്ചു കൊടുത്തു. ഇപ്പം കോടതിയിൽ ഒരു വ്യാജ രേഖ ഹാജരാക്കി, അങ്ങനെ എന്തെങ്കിലും ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അത് എഗ്രീവ്ഡ് പാർട്ടിക്ക് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, ഇത് വ്യാജരേഖയാണ്, ഇതിലൊരു നടപടിയെടുക്കണം. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് തിരുവനന്തപുരത്തെ കേസിൽ. ഇവിടെ 8ാം പ്രതിയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് 1ാം പ്രതി എഴുതി എന്ന് പറയുന്ന 2 കത്തുകളാണ്. അതായത് കൊട്ടേഷൻ്റെ സംഖ്യക്ക് ബാക്കി ചോദിച്ചു. അപ്പോൾ ഡിഫൻസ് ആ കേസ് വ്യാജരേഖയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ചിലപ്പോൾ 8ാം പ്രതിക്ക് ചോദിക്കാം, എനിക്കെതിരെ ഒരു വ്യാജരേഖയാണ് ഇവിടെ ഹാജരാക്കിയത്, 1ാം പ്രതി എഴുതിയതല്ല, 1ാം പ്രതിയുടെ പേരിൽ ഒരു വ്യാജരേഖ എഴുതി എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. അപ്പോൾ വ്യാജരേഖ ഉണ്ടാക്കി കോടതിയിൽ ഹാജരാക്കുന്നത് ഒരു കുറ്റമാണ്. അത് കോടതി തന്നെ സുവമോട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഹർജി കൊടുത്താൽ കോടതിയുടെ ഓഫീസർ തന്നെയാണ് അതിൽ പരാതിക്കാരൻ. ഇതിൽ 8ാം പ്രതി പറഞ്ഞ മാതിരി 8ാം പ്രതി അല്ല അതിൽ എഗ്രീവ്ഡ് പേഴ്സൺ. കാരണം ജുഡീഷ്യൽ പ്രോസസ്സിനെ, നമ്മുടെ നീതി നിർവഹണ പ്രക്രിയയെ തെറ്റായ രീതിയിൽ നയിക്കാൻ പാകത്തിൽ കോടതിയെ കൊണ്ട് തെറ്റായ ഒരു വിധി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യാജരേഖ ഉണ്ടാക്കി കോടതിയിൽ കൊടുക്കുന്നതാണ്. അതിൽ പരാതിക്കാർ കോടതിയുടെ ചീഫ് ഓഫീസറാണ്. തിരുവനന്തപുരത്തെ കേസിൽ സംഭവിച്ചത് അതാണ്. ഒരു മയക്കുമരുന്ന് കേസിൽ ഹാജരാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റിൽ തിരിച്ചു വാങ്ങി അത് മുറിച്ചു സൈസ് കുറച്ചു, അത് ഈ സാധനം ഇന്നതാണെന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഹാജരാക്കിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ കോടതി തന്നെ പരാതിക്കാരനായി നടപടി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയൽ കോടതി വിചാരണ കഴിഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിട്ട പിറ്റേ ദിവസം തന്നെ എന്നെ കേസിൽ കള്ളക്കേസിൽ കുടുക്കിയതാണ്, ഗൂഢാലോചനക്ക് കേസ് വരുന്നു എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു നിയമ നടപടി ഉണ്ടാവുമെന്ന് എൻ്റെ പരിമിതമായ നിയമപരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സ്കോപ്പില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.